राम कृष्ण गोविंद राम कृष्ण गोविंद राम कृष्ण गोविंद राम कृष्ण गो राम कृष्ण गोविंद 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 सर्वत्र गोविंद नाम संकीर्तनम गोविंद गो जय बोल सद्गुरुनाथ महाराज की जय। हरे रामेति कृष्णेति नाम संकीर्तनं सदा लोकक्षेमाय कुर्वन्तं प्रेमिकं सद्गुरुं भजे। जय बोल सद्गुरु महाराज की जय। എനിക്ക് 4 മണിക്ക് വണ്ടിയാണ്, അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് ഇപ്പോൾ പറയാം. നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, അവിടെ പ്രയാഗയിൽ പോയി കുംഭമേളയിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, എത്രയോ 144 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിനെ ബുദ്ധിമുട്ടേണ്ടാം എന്നാണ് ഇവിടെ കൃഷ്ണലീലാ തരംഗിണി എന്ന് പാട്ട് എഴുതിയ മഹാത്മാവാണ് നാരായണ തീർത്ഥർ. അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ നിറച്ചും ഭക്തന്മാർ പാടുന്നുണ്ട്, യേശുദാസൊക്കെ പാടിയിട്ടുണ്ട്. ആ അദ്ദേഹം നാമകീർത്തനത്തിൻ്റെ മഹിമ ഇവിടെ എടുത്ത് പറയുന്നു. രാമകൃഷ്ണ ഗോവിന്ദേതി നാമ സംപ്രയാഗേ കാമമിഹ സ്നാതവ്യം സർവോത്തമ പ്രയാഗേ. കൃഷ്ണ പ്രയാഗം പറഞ്ഞാൽ എന്താർത്ഥം? 2 നദികൾ കൂട്ടിച്ചേരുന്ന സ്ഥലമാണ് പ്രയാഗ. ഇപ്പം ഗംഗയോടെ ഓരോ നദിയും കൂടിച്ചേരുമ്പോൾ കർണപ്രയാഗ, ദേവപ്രയാഗ, നന്ദപ്രയാഗ, രുദ്രപ്രയാഗ ഇങ്ങനെയൊക്കെ കാണാം. പിന്നെ 2 നദികൾ ചേരുമ്പോൾ തന്നെ പ്രയാഗം വെച്ചാൽ 3 നദി ചേരുന്നത് കൊണ്ടാണ് അത് മഹാപ്രയാഗം എന്ന് പറയുന്നു. സിതാസിതേ യത്ര തരംഗ ചാമരേ നദ്യൗ വിഭാതഃ മുനിഭാനുകന്യകേ നീലാതപത്രം വടയേവ സാക്ഷാത് സതീർത്ഥരാജോ ജയതി പ്രയാഗ. തീർത്ഥരാജനാണ് പ്രയാഗ. എന്തുകൊണ്ട് ചോദിക്കുന്നു? രാജാവ് പറഞ്ഞാൽ 2 ചാമരം വേണ്ടേ? ഒരു വെളുത്ത ചാമരം, ഒരു കറുത്ത ചാമരം. സിതാസിതേ എത്ര തരംഗ ചാമരേ, നല്ല വെളുവെളിന്ന് വരുന്ന ഗംഗയുടെ തരംഗങ്ങൾ വെളുത്ത ചാമരം. കറുകറിന്ന് വരുന്ന കറുത്ത കളറിൽ കൃഷ്ണൻ കുളിച്ച് കറുത്ത കളറായോ സംശയം. യമുന യമുനയെ കുളിച്ചിട്ട് കൃഷ്ണൻ കറുത്ത കളറായോ സംശയം. എന്തായാലും സീതാസിതേ എത്ര തരംഗ ചാമരേ, യമുനയുടെ കറുത്ത തരംഗങ്ങളാണ് ചാമരം. നദ്യൗ വിഭാതഃ മുനി ഭാനുകന്യകേ നീലാതപത്രം, അവിടെ ഒരു വടവൃക്ഷമുണ്ട്, അതാണ് നീലാതപത്രം വടയേവ സാക്ഷാത്, അതാണ് ആതപത്രം കൊട. സ തീർത്ഥരാജോ ജയതി പ്രയാഗ. അവിടെ ഇരിക്കുന്ന ഭഗവാന്റെ പേരാണ് വേണി മാധവൻ. അവിടെയാണ് ശ്രീധരസ്വാമികൾ ഗ്രന്ഥം ഭാഗവത വ്യാഖ്യാനം സമർപ്പിച്ച സ്ഥലമാണ്. കാരണം മഹാത്മാക്കൾക്ക് അംഗീകരിച്ചിട്ടില്ലേ, അപ്പോൾ വേണി മാധവൻ അത് സ്വീകരിച്ചു. 3 മാധവനാണ്: വേണി മാധവൻ, സേതു മാധവൻ, ബിന്ദു മാധവൻ. ബിന്ദു മാധവൻ കാശിയിലെയും വേണി മാധവൻ പ്രയാഗയിലെയും സേതു മാധവൻ രാമേശ്വരത്തിലുമാണ്. അവിടെ വേണി മാധവൻ വെച്ചാൽ, വേണി പറഞ്ഞാൽ നമ്മുടെ പിന്നൽ ഉണ്ടല്ലോ, സ്ത്രീകളുടെ പിന്നൽ, അതാണ് വേണി. പിന്നൽ 3ആയിട്ട് വേർതിരിക്കും. എന്താ? ഗംഗ, യമുന, സരസ്വതിയാണ്, അതാണ് പിന്നൽ. അതിങ്ങനെ ചേർത്ത് പിന്നലിടുമ്പോൾ കാണുമ്പോൾ 2 കാണുള്ളൂ, 3ാമത്തെ കാണില്ല, എന്നാൽ അടിവഴി കൂടി വരും, അതാണ് സരസ്വതി. സരസ്വതി അന്തർവാഹിനിയാണ്. അവിടെ സ്ത്രീകളും പിന്നലിട്ട് അതിന് പ്രത്യേക പൂജയൊക്കെ ചെയ്ത് അവിടെ ദാനം ചെയ്യാറുണ്ട്. ഇപ്പോഴും ആ കർമ്മങ്ങൾ അവിടെ ചെയ്യാറുണ്ട്. പുരുഷന്മാർക്ക് ഇങ്ങനെ കുടിമ വെച്ച് അവരുടെ കേശം ഒന്ന് ഗംഗയിൽ ഒന്നും ഒരു മുടി വീണാൽ മതി ഇങ്ങനെ പറയാറുണ്ട്. അത് എത്രയോ കോടി ജന്മങ്ങൾ അവർ കുറേ കാലം സ്വർഗത്തിൽ താമസിക്കും എന്നാണ് പറയുന്നു. ഇപ്പോൾ സ്ത്രീകൾ മുടി മുടിക്കാൻ പാടില്ല, ഭർത്താവുള്ള സ്ത്രീകൾ. ഇപ്പോൾ അവർക്കും ആ പുണ്യം കിട്ടേണ്ടേ, അതിനു വേണ്ടിയാണ് ഭർത്താവ് കൊണ്ട് തന്നെ പിന്നൽ ഇടിച്ച് പിന്നെ അതൊരു പ്രത്യേക പൂജ ചെയ്ത് അറ്റം ഒന്ന് മുറിച്ച് പൂജ ചെയ്ത് സമർപ്പിക്കും. അതുകൊണ്ടാണ് വേണി മാധവൻ ആ ഭഗവാന്റെ പേര്.
അപ്പോൾ നമുക്ക് അത് സാധാരണ പ്രയാഗയാണ് ഇവിടെ പറയുന്നു. കാമമിക സ്നാതവ്യം സർവോത്തമ പ്രയാഗ. 3 നദി എവിടെയാണ് ഇവിടെ പറയുന്നു? രാമകൃഷ്ണ ഗോവിന്ദേതി. രാമ ഈ നാമമാണ് ഗംഗ, കൃഷ്ണ എന്ന പേരുള്ള നാമമാണ് യമുന, ഗോവിന്ദ എന്ന നാമമാണ് സരസ്വതി. ഇതാണ് കാമമിക സ്നാതവ്യം സർവോത്തമ പ്രയാഗേ. സർവോത്തമ പ്രയാഗയാണ്. ഇത്രയും നേരം നമ്മൾ കുളിച്ചിരുന്നു. പിന്നെ അവിടെ കുളിക്കാൻ പോയിട്ടില്ലേ വിഷമിക്കുക വേണം. എത്ര മഹാത്മാക്കൾ വൈകുന്നേരം രാമകൃഷ്ണ ഗോവിന്ദാണ് പാടുന്നു. ഇത് തന്നെയാണ് ശരിക്കുമുള്ള സർവോത്തമ പ്രയാഗേ. പിന്നെ ഇതിൽ വിസ്തരിച്ച് വലിയ പാട്ടാണ്. ഇത് പറയാൻ പുറപ്പെട്ടാൽ 1 മണിക്കൂർ വേണ്ടി വരും. 1-2 സ്റ്റാൻസ മാത്രം ഞാൻ പറയാം. ദിഗ്ദേശകാല അനപേക്ഷ സിദ്ധ സർവസുലഭേ. ദിഗ്ദേശകാല അനപേക്ഷം. ഇപ്പോൾ ദിഗ് ദേശം ഇപ്പോൾ നമ്മൾ പ്രയാഗിക്ക് പോകണമെങ്കിൽ അതൊക്കെ അറിയാത്തവർ വളരെ ബുദ്ധിമുട്ടി ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി പോകണം. പിന്നെ ദേശം കാളം ഒന്നും അപേക്ഷയില്ല. സിദ്ധ സർവസുലഭമാണ്. ഈ രാമകൃഷ്ണ ഗോവിന്ദ ജപിച്ചാൽ മതി. സദ്ഗുരു കൃപാ സമുദ്ര സംഗഹേതുലാഭേ. സദ്ഗുരു കൃപയാണ് വേണം നമുക്ക് എല്ലാവർക്കും. ഗുരു അതുകൊണ്ടാണ് ഗുർവാരവം. നരസിംഹൻ ഗർജിക്കുമ്പോൾ ഗുറിന് ഗർജിച്ചു. എന്താ ഗുരു എന്ന് വെച്ചാൽ വെറുതെ ഗുരുല്ല. ഗുരു പിടിച്ചോളൂ. ഗുരു പ്രഹ്ലാദനെ പോലെ ഗുരു പിടിച്ചോളൂ. അപ്പോൾ എൻ്റെ മെടിത്തട്ടിൽ കയറാം. അതാണ് ഗുർവാരവം എന്ന് പറയുന്നുണ്ട് ഭട്ടത്രി. ഇപ്പോൾ ഈ നദിയിൽ വീണാൽ ആ ഒഴുക്കോടൊപ്പം നമ്മൾ സമുദ്രത്തിൽ വീഴും. ഇത് ഏത് സമുദ്രമാണ്? സദ്ഗുരു കൃപാ സമുദ്ര സംഗഹേതുലാഭേ. സദ്ഗുരു കൃപാസമുദ്രത്തിൽ നമ്മൾ മുക്കുന്നതാണ് ഈ രാമകൃഷ്ണ ഗോവിന്ദൻ നാമ പ്രയാഗ. രാമനാമ ഗംഗയാ മിലിത കൃഷ്ണ നാമ യാമുനെ ഗോവിന്ദ നാമ സരസ്വതി പ്രഥീതേ. രാമനാമ ഗംഗയാ. രാമനാമമാണ് ഗംഗ. കാരണം അതിനാ താരകനാമം. ബാക്കി നാമങ്ങൾക്ക് മന്ത്രജപമൊക്കെ ജപിക്കാറുണ്ടല്ലോ. അത് മന്ത്രത്തിൽ മുഴുവനും നാമമാണ് ഉള്ളത്. നാമം ഇല്ലെങ്കിൽ മന്ത്രമില്ല. വെറും നായനായ പറഞ്ഞിട്ട് കാര്യമില്ല. നാരായണായ പറയുള്ളൂ. ശിവായ പറഞ്ഞിട്ട് കാര്യം നമശിവായ എന്ന് പറയണം. അപ്പോൾ ഓരോ മന്ത്രത്തിന് പേര് വച്ചിട്ടുണ്ട്. പഞ്ചാക്ഷരി നമശിവായ, അഷ്ടാക്ഷരി നമോ നാരായണായ, ദ്വാദശാക്ഷരി, ത്രയോദശാക്ഷരി, പഞ്ചദശാക്ഷരി, ശ്രീ ഷോഡശാക്ഷരി. എല്ലാ മന്ത്രങ്ങളും അക്ഷരം വച്ചിട്ടാണ് പറയാറുള്ളൂ. ഇപ്പോൾ രാമനാമത്തിൻ്റെ എന്താ പേര്? ജക്ഷരി മന്ത്രജപം അങ്ങനെ പറയാറില്ല. താരകനാമജപം എന്നാണ്. താരകം നമ്മളെ സംസാരത്തിൽ തരണം ചെയ്യുന്നതാണ്. കാരണം ജ്ഞാനനദിയാണ് ഗംഗ. അപ്പോൾ നമുക്ക് തരണം ചെയ്യുന്നത് കൊണ്ടാണ് രാമനാമ ഗംഗയാ. രാമനാമമാണ് ഗംഗ. മിലിത കൃഷ്ണനാമയാമുനേ. പ്രയാഗയിൽ എന്താണ്? ഗംഗയും യമുനയും ചേരുന്നതാണ്. പക്ഷേ യമുന പ്രധാനപ്പെട്ട നദിയാണ്. പക്ഷേ നേരിട്ട് ഭർത്താവോട് ചേരാറില്ല. കാരണം ഒരു ഭർത്താവിന് പ്രധാന റാണി ഉണ്ടെങ്കിൽ ബാക്കി റാണികളൊക്കെ അവരുടെ ഒപ്പം ചേർന്നേ പോവുള്ളൂ. അപ്പോൾ വലിയ പ്രധാന നദിയായാലും യമുനാ നദി ഗംഗയോട് ചേർന്നിട്ടാണ് സമുദ്രത്തിൻ്റെ അടുത്ത് പോകുന്നു. എന്നാൽ മിലിത കൃഷ്ണനാമ യാമുനെ ഗോവിന്ദനാമ സരസ്വതി പ്രഥീതേ. ഗോവിന്ദനാമമാണ് സരസ്വതി നദി. യോഗി മാനസ പരമഹംസ കുലകലിതേ വാഗീശ വിഷ്ണു രുദ്രാദി വാഗ്ലഹരി ലലിതേ. രാമ യോഗി മാനസ പരമഹംസ കുല കളിത്തേ. നദി പറഞ്ഞാൽ അതിൽ ഹംസപക്ഷികളൊക്കെ വെള്ളം കുടിക്കാൻ അവർ അവിടെ നീന്തി കളിക്കും. ഈ രാമകൃഷ്ണ ഗോവിന്ദ നാമത്തിൽ ആരാണ് പരമഹംസന്മാർ? യോഗി മാനസ പരമഹംസ കുലകളിതേ. യോഗികളുടെ മാനസ ഹംസങ്ങളൊക്കെ ഈ രാമകൃഷ്ണ ഗോവിന്ദ പ്രയാഗിൽ അവർ മുങ്ങി കുളിക്കുന്നു.
വാഗീശേ വിഷ്ണു രുദ്രാദി. ലഹരി പറഞ്ഞാൽ തരംഗം ഉണ്ടാവില്ലേ പ്രയാഗയിൽ, അതിന് വാഗീശ വിഷ്ണു രുദ്രാദി വാഗ്ലഹരി ലഹിതേ. വാഗീശൻ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ അവരുടെ വാക്കുകളൊക്കെ ഈ പ്രയാഗയെ രാമകൃഷ്ണ ഗോവിന്ദൻ ആവർത്തനം ജപിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും രാമ 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 ജപിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ്? പരമേശ്വരൻ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ. തൻ്റെ ഭാര്യയെ വിളിക്കണമെങ്കിൽ എങ്ങനെ വിളിക്കണം? പരമേശ്വരൻ, പാർവതി, ദാക്ഷായണി അങ്ങനെ വിളിക്കാറില്ല. രാമേ, രാമിന സുന്ദരി എന്നർത്ഥം. മനോരമേ, മനസ്സിക്ക് ഇഷ്ടപ്പെട്ടവളെ, അങ്ങനെയാണ് വിളിക്കുന്നത്. രാമ രാമേതി രമേ രാമേ. രമേ, രമേ പറഞ്ഞാൽ ലക്ഷ്മി പോലെ സുന്ദരിയെ. അതാണ് ആദ്യം സംബോധനമാണ്. രമേ, രാമേ, മനോരമേ അങ്ങനെ വിളിക്കുന്നു. വിളിക്കുമ്പോൾ പാർവതി അടുത്ത് വന്നു. എന്താണെന്ന്? ഞാൻ നിന്നെ വിളിച്ചിട്ടില്ലേ? മനോരമേ രാമേ രമേ. മനോരമനായ രാമനിടത്തിൽ ഞാൻ രമിക്കുന്നു. രമേ പറഞ്ഞാൽ സംബോധനമാവും, രമേ പറഞ്ഞാൽ അത് ധാതുവാവും മാറും. കുറച്ച് സംസ്കൃതം അത്യാവശ്യം പഠിക്കേണ്ടതാണ്. സംഗീതം പഠിച്ചിട്ട് ഗാനങ്ങൾ കേൾക്കുമ്പോൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ. കുറച്ച് സംസ്കൃതം പഠിച്ചിട്ട് ഈ ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് ആസ്വദിക്കാം. ശ്രീരാമ രാമ രാമേതി, രാമരാമാണ് അതിൽ ഞാൻ രമിക്കുന്നു എന്നാണ് പറയുന്നു. വാഗീശ വിഷ്ണു രുദ്രാദി വാഗ്ലഹരി ലളിതേ രാമ സർവലോകാലോകകാമ സാംഗഫലദാനേ. എല്ലാ ഫലവും നമുക്ക് ഈ രാമകൃഷ്ണ ഗോവിന്ദ പ്രയാഗയിൽ മുങ്ങിയാൽ മതി. നിർവിശേഷ നിത്യാനന്ദ ലാഭ സുനിദാനേ. ഒരു നദി പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് നിറച്ചും വൃക്ഷങ്ങളും ഉണ്ടാവും. വൃക്ഷൻ്റെ അഴിവഴിക്കൂടിയല്ലേ നദികൾ ഓടുന്നു. ഇവിടെ ഏതാണ് വൃക്ഷം? ഋഗ്യജുസ്സാമാദി വേദ ശാഖിമൂല വിലസീതേ. ഋഗ്വേദത്തിൻ്റെ സാരമാണ് രാമനാമം, യജുർവേദത്തിൻ്റെ സാരമാണ് കൃഷ്ണനാമം, സാമവേദത്തിൻ്റെ സാരമാണ് ഗോവിന്ദനാമം. ഋഗ്യജുസ്സാമാദി വേദ ശാഖിമൂല, അതിൻ്റെ മൂലത്തിൽ വിലസിക്കുന്നു പറഞ്ഞാൽ തന്നെ അതിൻ്റെ വേദത്തിൻ്റെ മൂലം തന്നെ രാമനാമം. വേദാക്ഷരാണി യാവന്തി പഠിതാനി ദ്വിജാതിഭിഹി താവന്തി ഹരിനാമാണി കീർത്തിതാനി എന്നാണ് പറയുന്നത്. നസംശയ. ഇപ്പോൾ വേദത്തിൻ്റെ സാരം ഭഗവൻ നാമമാണ്. രാഗലോഭാദി സന്താപ ശാന്തികര ചരിതേ. രാഗം, ലോഭം ഇതുകൊണ്ട് നല്ല ചൂടാണ്. ഇങ്ങനെ ഈ ചൂടുമൊക്കെ രാഗം, കാമം, ദേഷം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഷഡ് ഋപുക്കൾ എന്നാണ് പറയുന്നു. 6 ശത്രുക്കളിന്. ഇവിടെ പറയുന്നു 6 സൂര്യനിൽ 12 സൂര്യന് പോലെയാണ് ഇവർ. ആറാറും ഓരോരാൾക്കും 2 വിധമുണ്ട്. അപ്പോൾ രാഗലോഭാദി സന്താപ, ഇങ്ങനെ കാമക്രോധാദി സന്താപങ്ങൾ കൊണ്ട് തപിക്കുന്നവർ ഈ രാമകൃഷ്ണ ഗോവിന്ദ പ്രയാഗിലോട് മുങ്ങിയാൽ മതി. ശാന്തികര ചരിതേന ശാന്തി ഉണ്ടാവും. സ്നാനസന്ധ്യാജപഗോമ തർപ്പണ അനപേക്ഷിതേ. ഒരു സ്നാനം പറഞ്ഞാൽ അതിന് ചില നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ നിയമം പറഞ്ഞാൽ? സങ്കല്പം, സൂക്തപഠനം, മാർജനഞ്ച, അകമർഷണം, ദേവതാ തർപ്പണം ചെയ്വ സ്നാനം പഞ്ചാംഗമുച്യതേ. സ്നാനം പറഞ്ഞാൽ 5 അംഗങ്ങളാണ്. അതൊക്കെ വിസ്തരിക്കാൻ പുറപ്പെട്ടാൽ സമയമാവും. ഇപ്പോൾ നമ്മൾ കുളിക്കുന്നതൊക്കെ പണ്ടൊക്കെ അമ്മ അമ്മിക്കല്ലിൽ ചമ്മന്തി അരച്ചിട്ട് പിന്നെ കഴുകേണ്ടത് പോലെ ഒന്ന് ഉടമ്പ് കഴുകിയിട്ടേ വരുള്ളൂ നമ്മൾ. ശരിക്കും സ്നാനം പറഞ്ഞാൽ അതിലെ ചില നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്നാൽ സങ്കല്പം ചെയ്യണം. ഇന്ന് ദേശകാലം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ സൂക്തം, സങ്കല്പം, സൂക്തം, മാർജനം, അതിന് മന്ത്രം വെള്ളം തെളിക്കണം, അഘമർഷണ സൂക്തം, പിന്നെ ദേവഋഷി തർപ്പണമൊക്കെ ചെയ്യണം. അതിനു വേണ്ടിയാണ് കുടുമ. പിതൃക്കൾക്ക് തർപ്പണം ചെയ്യാൻ വേണ്ടി ഈ കുടിമൊഴി കൂടി വെള്ളം ഒഴിക്കാൻ വേണ്ടിയ പിതൃതർപ്പണം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സാധാരണ പ്രയാഗിൽ കുളിച്ചാൽ ഇതൊക്കെ ചെയ്യണം. ഈ രാമകൃഷ്ണ ഗോവിന്ദ പ്രയാഗിൽ കുളിക്കാൻ ഒരു നിയമവും ഇല്ലേ എന്നാണ് ഇവിടെ പറയുന്നത്. സാനസന്ധ്യ ജപഹോമ തർപ്പണ അനപേക്ഷിതേ ഹാനിവൃദ്ധ്യാദീരഹിത അഖണ്ഡമുക്തി ഫലദേ.
रामा स्नानं मानसिकं तस्य स्मरणं वाचनिकं कीर्तनं कायिकं तस्य कीर्तने सूनर्तनं രാമകൃഷ്ണ ഗോവിന്ദിൽ മാനസികം വാചികം കായികം അത് 3 വിധമായ സ്നാനം പറയുന്നു. മനസ്സുകൊണ്ട് ചെയ്യുമ്പോൾ രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദന് മനസ്സുകൊണ്ട് ജപിക്കാറുണ്ട്, രാം 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 രാം, അത് മാനസികം. പിന്നെ വാചനികം, ഭഗവാനെക്കുറിച്ച് പാടുമ്പോൾ ഉറക്കെ പാടുമ്പോൾ അത് വാചനികം. നർത്തനം ജപിച്ച് പാടുമ്പോൾ അത് കായികം. ഇതിൽ തന്നെ മാനസികം വാചികം സ്നാനം 3 വിധമായ മനോവാക്കായ സ്നാനം തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ യാഗയോഗ രാഗഭോഗ ത്യാഗസംബന്ധം വീണ ഭക്തി വിരക്തി വിജ്ഞാനദ്വാരാ മുക്തിഫലദേ. ഭക്തി വിരക്തി ജ്ഞാനദ്വാര മുക്തി കൊടുക്കക്കൂടിയ ഒരു വലിയ പ്രയാഗയാണ് രാമകൃഷ്ണ ഗോവിന്ദ. ഇത് ഇവിടെ ശരിക്കും നല്ല പ്രയാഗയാണ്. മല്ലൂരിൽ വന്നവർക്ക് നല്ല ഉത്തമ പ്രയാഗയിലാണ് കുളിക്കുന്നു നിങ്ങളൊക്കെ. പിന്നെ സർവപാപൗഘതിമിര ചണ്ഡസൂര്യ വിമലേ സാധുനാരാ അത് മുമ്പ് ബ്രഹ്മവിദ്യാലക്ഷണ നിരീക്ഷണ വിചക്ഷണേ ബാധിത ഘോര സംസാര വാരണത്തത്കാരണേ. സംസാരത്തിന് കാരണമായ അജ്ഞാനത്തെ നീക്കുന്ന ഒരു പ്രയാഗയാണ് ഇവിടെ. സർവപാപൗക തിമിര ചന്ദ്ര സൂര്യമണ്ഡലേ, എല്ലാ പാപങ്ങളാകുന്ന തിമിരത്തെ ഇരുട്ടിനെ പോക്കുന്ന സൂര്യമണ്ഡലം ഉടയതും. പിന്നെ സാധു നാരായണ തീർത്ഥരാജ വിമലേ, നാരായണ തീർത്ഥരാജം പറഞ്ഞാൽ ഈ ദേഹം പറയുന്ന ഈ നാമകീർത്തനം രാമകൃഷ്ണ ഗോവിന്ദ. ഭർജനം ഭവബീജാനാം ആർജനം സർവസമ്പദാം തർജനം യമദൂതാനാം രാമരാമേതി ഗർജനം. നമ്മുടെ ഭവബീജത്തിന് കാരണമായ അജ്ഞാനത്തെ നീക്കി നമുക്ക് വേണ്ട സമ്പത്തുകളൊക്കെ ആർജനം ചെയ്ത് യമദൂതന്മാരെ തർജിപ്പിക്കുന്നതാണ് ഈ രാമനാമ ഗർജനം. രാമരാമ പറഞ്ഞാൽ 3 പ്രാവശ്യം പറഞ്ഞാൽ സഹസ്രനാമത്തിൻ്റെ ഫലം കിട്ടുമെന്നാണ് പറയുന്നു. 3 പ്രാവശ്യം രാമ പറഞ്ഞാലേ സഹസ്രനാമം 1 പ്രാവശ്യം പറഞ്ഞ ഫലം കിട്ടുള്ളൂ. കൃഷ്ണ പറഞ്ഞാൽ എന്താർത്ഥം? സഹസ്രനാംനാം ദിവ്യാനാം ത്രിരാവൃത്യാത് യത്ഫലം തത്ഫലം കൃഷ്ണനാംനൈവ. 3 പ്രാവശ്യം രാമ ജപിച്ചാലേ സഹസ്രനാമം 1 പ്രാവശ്യം ജപിച്ച ഫലം കിട്ടുള്ളൂ. ഇവിടെ കൃഷ്ണനാണ് 1 പ്രാവശ്യം ജപിച്ചാൽ 3 പ്രാവശ്യം സഹസ്രനാമം 3 പറഞ്ഞ ഫലം കിട്ടുന്നു. എന്നാണ് കൃഷ്ണനാമത്തിൻ്റെ പെരുമ പറയുന്നു. സഹസ്രനാംനാം ദിവ്യാനാം ത്രിരാവൃത്യാത് യത്ഫലം തത്ഫലം കൃഷ്ണനാംനൈവ. ഇപ്പോൾ രാമ കൃഷ്ണ ഗോവിന്ദ. കിം താത വേദാഗമശാസ്ത്രവിസ്തരൈഃ തീർത്ഥൈഃ അനേകൈരപി കിം പ്രയോജനം യദ്യാത്മനോ വാഞ്ചസി മോക്ഷസാധനം ഗോവിന്ദ ഗോവിന്ദ ഇതി സ്ഫുടം വദ എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. വേദങ്ങൾ ശാസ്ത്രങ്ങൾ പറയുന്നതാണ്. വേദ ആഗമ ശാസ്ത്ര വിസ്താരങ്ങൾ കൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കിം താത വേദാഗമ ശാസ്ത്രവിസ്തരൈഃ തീർത്ഥൈഃ അനേകൈരപി കിം പ്രയോജനം. എനിക്ക് വേണ്ടത് മോക്ഷമല്ലേ? ഗോവിന്ദ ഗോവിന്ദ ഇതി സ്ഫുടം വദ. ഓരോരോ അധ്യായം കഴിയുമ്പോഴും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ചിലതെങ്കിലും ആചാര്യൻ മാത്രമേ പറയുള്ളൂ ഗോവിന്ദ ഗോവിന്ദന. ഇവിടെ എല്ലാവർക്കും ആ ഗോവിന്ദനാമം ജപിച്ചാൽ മതി എന്നാണ് പറയും. അങ്ങനെ ഈ രാമകൃഷ്ണ ഗോവിന്ദ തീർത്ഥ പ്രയാഗയിലാണ് നമ്മൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ പ്രയാഗ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പ്രയാഗയിൽ മുങ്ങാനുള്ള ഭാഗ്യം ആ മല്ലിയൂരപ്പൻ തരണേന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പരമഹംസ കുലകളിതെ പരമഹംസന്മാർ ഈ പ്രയാഗയിൽ മുങ്ങുന്നു പറയുന്നു. ശരിക്കും ഇവിടെ പരമഹംസൻ ഭാഗവത ഹംസം അദ്ദേഹത്തിൻ്റെ ജന്മദിനം പ്രമാണിച്ച് നമുക്കിവിടെ ഒരു തീർത്ഥ പ്രയാഗ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് വീണ്ടും വീണ്ടും കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ. ജയ് ബോൾ സദ്ഗുരുനാഥ് മഹാരാജ് കി ജയ്. राम कृष्ण गोविंद 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 राम कृष्ण गोविंद.